നമ്മളിൽ പലരും രാത്രിയിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. ജോലിക്കും മറ്റു പല ആവശ്യങ്ങൾക്കുമായി തനിച്ച് പുറത്തു പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഭയം കൂടാതെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. ഇരുട്ടിൻ്റെ മറവിലുള്ള ആക്രമണം പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. പത്തനംതിട്ട കടമനിട്ടയിൽ കഴിഞ്ഞ രാത്രിയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കടമനിട്ട സ്വദേശി ജിനുവിനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് 5 അംഗ സംഘം വടിവാൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാവിനെ ആരാണ് പിന്തുടർന്ന് ആക്രമിച്ചത്? പിന്നിൽ കൊട്ടേഷൻ സംഘമാണോ? ആക്രമണത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ജിനുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നലെ രാത്രിയാണ് അന്ത്യാളംകാവിൽ വെച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ജിനുവിനെ കാറിലെത്തിയ 5 അംഗ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചത്. സ്കൂട്ടറിനെ പിന്തുടർന്നായിരുന്നു ആക്രമണം. സ്കൂട്ടറിൽ നിന്നും താഴെ വീണ ജിനുവിൻ്റെ കൈയും കാലും വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവത്തിന് ശേഷം പ്രതികൾ കാറിൽ രക്ഷപ്പെട്ടു. കരാർ പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലിയാണ് ജിനു ചെയ്യുന്നത്. ഇന്നലെയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ജിനുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്താണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. ഗുരുതരമായി പരിക്കേറ്റ ജിനു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വധശ്രമം മുതൽ സ്വർണ്ണ കവർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.